ഹായ്, 4 നിറങ്ങളിലുള്ള മനോഹരമായ അലമാൻ്റെ പൂക്കളുടെ കോംബോ ഓഫറും അലമാൻ്റെ ചെടികളുടെ പരിചരണവും സ്പെഷ്യാലിറ്റിയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ശരിക്കും എളുപ്പത്തിൽ വളരുന്ന വീടിന് ഒരു കളർ കാഴ്ചയും ഭംഗിയും ഒക്കെ തരുന്ന അലമാൻ്റെ ചെടികളുടെ സൗന്ദര്യവും പരിപാലന രഹസ്യവുമൊക്കെയാണ് നമുക്കിന്ന് നോക്കേണ്ടത്. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക, എല്ലാവരെയും ആകർഷിക്കുന്ന 4 കളറുകളാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലാദ്യത്തത് നമ്മുടെ ബർഗണ്ടി കളറാണ്. നോക്കിയേ, അടിപൊളി. ഇത് സിംഗിളായിട്ടും കോംബോയിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ചെങ്കല്ലിൽ നിറമുള്ള സുന്ദരിയാണ്. അതെ, മഞ്ഞയാണോ ചെങ്കൽ കളറാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള ഒരു കളർ. കുറച്ച് റയറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലമാൻഡ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് അലമാൻഡ. പല നിറങ്ങളിലുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, പല പല നിറങ്ങളിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റെയറായിട്ടുള്ള നിറങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ശരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു അലമാൻഡ എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പത്തിൽ വളരുന്ന, വളരെ എളുപ്പത്തിൽ പൂ പിടിക്കുന്ന ഒരു ക്രീപ്പർ എന്നോ ഷ്രബെന്നോ ഒക്കെ പറയല്ലേ. ക്രീപ്പർ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ക്രീപ്പർ പ്ലാന്റ് അല്ല, എന്നാൽ ഷ്രബാണോ എന്ന് ചോദിച്ചാൽ ഇത് ഷ്രബും അല്ല. രണ്ടും കൂടെ മിക്സഡായി നിൽക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വളച്ച് ചുറ്റി പടർത്തി വിടാൻ വേണമെങ്കിൽ പറ്റും, എന്നാൽ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ സീസൺ ഇല്ലാതെ പൂക്കുന്ന, അതായത് എന്നും പൂക്കൾ തരുന്ന, നമ്മുടെ വീട്ടുമുറ്റത്ത് എന്നും പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ അലമാൻഡ എന്ന് പറയുന്നത്. നല്ല സൂര്യപ്രകാശവും നല്ല മണ്ണും നല്ല വെള്ളം ഉണ്ടായാൽ മതി, ഇങ്ങനെ പൂക്കൾ ദിവസവും തന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഒന്ന് പ്രൂണിങ് കൂടെ ചെയ്ത് നിർത്തി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ദിവസവും പൂക്കളുടെ മേളം തന്നെയായിരിക്കും. അപ്പോൾ ദിവസവും പൂക്കൾ വേണമെന്നുള്ളവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, വലിയ പരിചരണം ഒന്നും വേണ്ടാത്തൊരു ചെടി തന്നെയാണ് ഇതെന്ന് പറയുന്നതിൽ ഒരു സംശയവും. നമ്മൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണാറില്ലേ, ശരിക്കും ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഗേറ്റിന് ഇരുവശത്തുമായിട്ട് ഇതിങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് നല്ല രസമായിട്ട്. ആ ഒരു 2 പ്ലാന്റുകൾ നിറച്ച് പൂത്ത ആ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ പിന്നെ ആ വീട്ടിലേക്ക് വേറൊന്നും വേണ്ടാന്ന് തന്നെ പറയാം. ആ ഒരു 2 ചെടികൾ നിറഞ്ഞു പൂത്ത് നിൽക്കുമ്പോൾ തന്നെ അതൊരു പൂന്തോട്ടം നന്നായിട്ട് നോക്കുന്ന, അല്ലെങ്കിൽ നിറച്ച് പൂക്കളുള്ള ഒരു വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ശരിക്കും എന്നും പൂക്കളാണ്, എല്ലാ ദിവസവും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വളരെ ചെറിയ മെയിൻ്റനൻസിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് അത് പ്രൂൺ ചെയ്തുകൂടെ നിർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാതെ പൂക്കൾ പിടിക്കുകയും അത്രയും സൗന്ദര്യമാണ് കേട്ടോ അത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് ഇങ്ങനത്തെ പ്ലാന്റുകളെന്ന് വെച്ചാൽ. ശരിക്കും നമ്മുടെ വീട്ടുമുറ്റം ഒരു പൂന്തോട്ടം ഒരുക്കാനായിട്ട് പറ്റിയ ഏറ്റവും ബെറ്റർ പ്ലാന്റുകളിൽ ഒരു കാറ്റഗറിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 3 കളർ പ്ലാന്റുകൾ കണ്ടല്ലേ, നമ്മുടെ കോംബോയിലെ 3 കളേഴ്സാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി ഒരാളുകൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ പരിചരണത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് പ്രൂണിങ്. കൃത്യമായ പ്രൂണിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചെടി അടിപൊളിയായിട്ട് പൂക്കും കേട്ടോ. അപ്പം നമ്മുടെ കോംബോയിലെ 4ാമത്തെ സുന്ദരി എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളി ബിസ്ക്കറ്റ് കളറിലെ സുന്ദരി അല്ലേ. വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വൈറ്റ് അല്ല. മണം ഉണ്ടോ ഈ പൂക്കൾക്കെന്ന് ചോദിച്ചാൽ വലിയ മണമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഒരു പ്രത്യേക, എന്താ പറയുക, നമുക്കൊരു സമാധാനം കിട്ടും, ഒരു സന്തോഷം കിട്ടും. നല്ല ബിസ്ക്കറ്റ് കളറിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഈ പൂക്കൾ, പ്രത്യേകിച്ച് അതിങ്ങനെ കൂട്ടത്തോടുകൂടി വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയാണല്ലേ. നല്ല രസമാണ്, വീണുതിർന്ന് കിടക്കുന്നത് കാണാനും നല്ല ചന്തം തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വിൽപ്പനയ്ക്കായിട്ടുള്ള പ്ലാന്റുകളുടെ അല്ലെങ്കിൽ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റുകൾ എല്ലാം തന്നെ പൂക്കൾ വന്നു തുടങ്ങുന്ന, പൂക്കളാകാൻ തുടങ്ങുന്ന, പൂക്കളായി തുടങ്ങിയ പ്ലാന്റുകളാണ്. അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും നമുക്ക് കമ്പ് വെട്ടി വെച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽപ്പെടുന്ന പ്ലാന്റുകളാണ് കേട്ടോ. നല്ല രസമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മുളച്ച് കിട്ടുന്നതാണ്. നമ്മൾ മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1-1.5-2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ പൂക്കൾ വന്ന് തുടങ്ങുകയും ചെയ്യും. പൂക്കൾക്കായിട്ട് നമുക്ക് കാലങ്ങളോളം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൂടുതൽ പേരും ഇത് മതിലിൻ്റെ സൈഡിലായിട്ടൊക്കെ വെച്ച് പിടിപ്പിച്ച് പുറത്തേക്ക് ഇങ്ങനെ വളർത്തിയിടുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് ചട്ടിക്കുള്ളിൽ വെച്ച് ഒതുക്കി വളർത്തി കമ്പിയൊക്കെ ചുറ്റി നല്ല രസമായിട്ട് വളർത്തിയെടുത്താൽ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന സുന്ദരി പെണ്ണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അലമാൻ്റെ പൂക്കളെ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്.
പിന്നെ ഇതിന് കമ്പോസ്റ്റ് എന്താണ് കൊടുക്കുന്നതെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന് കമ്പോസ്റ്റ് നമ്മുടെ ഓർഗാനിക് കമ്പോസ്റ്റാണ് ഇതിന് ഏറ്റവും ബെറ്റർ. ചാണകം, ആട്ടിൻ കാഷ്ടമൊക്കെ അങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കിയാൽ ഇതങ്ങോട്ട് അറിഞ്ഞു പോകും കേട്ടോ. പിന്നെ എന്താ പറയുക, മാക്സിമം ഒരു 10-15 ദിവസത്തിലൊരിക്കൽ വളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്താ പറയുക, പൂക്കൾ തരും. ഒരു മാസത്തിലൊരിക്കൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക, അതും പൂക്കൾ ഒരുപാട് ഉണ്ടാവാൻ സഹായിക്കും. പിന്നെ എനിക്ക് അലമാൻ്റെ പൂക്കളുടെ എല്ലാ കളറിലും വെച്ച് ഏറ്റവും ഇഷ്ടം തേണ്ട ഈ ബർഗണ്ടി കളറാണ് കേട്ടോ. അടിപൊളിയാണ്. ഇത് നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് സിംഗിളായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോംബോയിലും ഇപ്പം നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂക്കളോട് കൂടിയ പൂക്കൾ വന്നു തുടങ്ങിയ പ്ലാന്റ്സാണ് ഇപ്പോൾ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊരു അടിപൊളി മതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മതിലിന് മുന്നിലായിട്ട് 4 കളർ അലമാൻ്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുതിർന്ന് നിൽക്കുന്നതൊന്ന് ചിന്തിച്ച് നോക്കിയേ. അടിപൊളിയായിരിക്കില്ലേ? അതെ, തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും. 4 കളറാണ്. നല്ല രസമായിട്ട് നമ്മുടെ വീടിന് ഒരു പൂന്തോട്ടത്തിൻ്റെ എഫക്റ്റ് നൽകാൻ പറ്റുന്ന തരത്തിലുള്ള പൂക്കളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അലമാൻ്റെ പൂക്കളെ ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അലമാൻ്റെയുടെ കളേഴ്സ് ഉണ്ടോ? ഏതൊക്കെ കളേഴ്സാണുള്ളത്? തീർച്ചയായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ഈ 4 അലമാൻ്റെ പൂക്കളിൽ ഏതാണ് ഏറ്റവും അധികം ഇഷ്ടമായതെന്ന് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അതെ, നിങ്ങൾക്ക് ഈ ഞാൻ കാണിച്ച 4 പൂക്കളിൽ ഏതാണ് ഇഷ്ടമായത്? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഏതായാലും കോംബോയായും സിംഗിളായും നമ്മളിത് വിൽപ്പനയ്ക്കായിട്ട് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് കോംബോ ആവശ്യമുള്ളവർക്ക് കോംബോ 4 പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് സിംഗിളായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്കുണ്ട്. കേരളത്തിനകത്തും പുറത്തും കൊറിയർ ത്രൂ നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഇതിൽ അലമാൻ്റെ ബർഗണ്ടി കളറൊക്കെ റെയറായിട്ട് കിട്ടുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ വലിയ വിലയ്ക്കാണ് അലമാൻ്റെയുടെ ബർഗണ്ടി കളറൊക്കെ കഴിഞ്ഞ മാസം വരെ വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നത്. കുറച്ച് റെയർ പ്ലാന്റ് ആയിരുന്നു, കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അധികം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിപ്പോൾ കോംബോ ഓഫറിൽ അതുകൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ആദ്യം 3 പ്ലാന്റ്സ് കോംബോ ആയിട്ട് ഇടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബർഗണ്ടി അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ബർഗണ്ടി കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയൊരു കോംബോ ഓഫർ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അവസരം ആരും മിസ്സാക്കണ്ട. ആവശ്യക്കാരെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകൾ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ നെക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.